പത്മനാഭ ഒരു സൂപ്പർ കോള് കിട്ടിട്ടുണ്ടാ. ക്യാമ്പസിലെ സിദ്ധാർത്ഥും SFIയുടെ പ്രവർത്തകൻ തന്നെയായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. നിങ്ങൾ കാര്യങ്ങളെല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് അങ്ങനെ തന്നെ അനുമാനിക്കും. നമുക്കിപ്പോ സിദ്ധാർത്ഥിനോട് ചോദിച്ച് മനസ്സിലാക്കാൻ നമുക്ക് പറ്റില്ലല്ലോ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. ഷിബുവിനറിയാം, ഷിബു അതിനെ കുറിച്ച് പറഞ്ഞു. ഞാൻ എന്റെ കാര്യം, ഞാൻ കോളേജിൽ പഠിച്ച കഥ, അതുകൊണ്ടാണ് അങ്ങനെ ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞത്. അതിനുള്ള മറുപടിയാണ് പറഞ്ഞത്. ഷിബു സിദ്ധാർത്ഥിന്റെ അമ്മാവനാണ്. ഒരു കൂട്ടുകാരെ പോലെയായിരുന്നു. ഞാൻ ഷിബുവിനോട് കൂടിയാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് സിദ്ധാർത്ഥ് അവിടുത്തെ SFI പ്രവർത്തകൻ തന്നെയായിരുന്നു എന്ന് തന്നെ. എന്നതുകൊണ്ട് സിദ്ധാർത്ഥിന് ഇത്തരം ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ ആ ദുരന്തത്തോടൊപ്പം സിദ്ധാർത്ഥ് ഇനി SFI പ്രവർത്തകൻ അല്ലായിരുന്നു എങ്കിൽ പോലും ഞങ്ങളൊക്കെ സിദ്ധാർത്ഥിനൊപ്പം തന്നെയാണ്. ഒരു സംശയം വേണ്ട. കാരണം ഒരിക്കലും ഈ ക്രിമിനൽ സംഘത്തെ ന്യായീകരിക്കുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോ ജിൻഡോക്കെ വാശി പിടിക്കുന്നത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നതും ഇതിലൂടെ എന്തെങ്കിലും രാഷ്ട്രീയ ലക്ഷ്യം നേടിയെടുക്കാം എന്നുള്ളതാണ്. ആ രാഷ്ട്രീയ ലക്ഷ്യത്തിലേക്കാണ്. നമുക്കറിയാമല്ലോ, 1970-കളിലെ കേരളത്തിലെ ക്യാമ്പസുകളെ കൊലക്കളമാക്കി മാറ്റിയത് ആരായിരുന്നു? ACU എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയാണ്. അതെപ്പോ അതൊക്കെ ഉണ്ട് ആണോ എന്നാ കണ്ടിന്യൂ. അന്ന് ആ KSUവിന്റെ കൊലക്കളമായിരുന്ന ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നതിന് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല പല ക്യാമ്പസുകളിലും. ആ ക്യാമ്പസുകളിൽ നിന്നാണ് SFI എന്ന് പറയുന്ന ത്യാഗോജ്വലമായ പ്രവർത്തനത്തിലൂടെയാണ് SFI കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇങ്ങനെ വേരുപിടിക്കാൻ. ഒന്ന് നിർത്തണ്ട സാബുവേ, എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ. ഇപ്പോ ആർഷോയെ പോലുള്ള ഒരു ചുണക്കുട്ടിയായ ഒരു ചെറുപ്പക്കാരൻ SFIയുടെ സംസ്ഥാന ഭാരവാഹിത്വം വരുമ്പോൾ ജിൻഡോ പറയുന്നത് എന്താ? ജിൻഡോ കണ്ടതുപോലല്ലേ പറയുന്ന നിമിഷ രാജുവിനെ തെറി വിളിച്ചതും ഒക്കെ ചുണക്കുട്ടിയൊന്നും പറയാതെ. ചുണക്കുട്ടിയാണെങ്കിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ചുണക്കുട്ടിയാണെങ്കിൽ ഈ രീതിയിലാണോ ഇടപെടുന്നത്? സ്വന്തം സംഘടനയിൽപ്പെട്ട നേതാക്കൾ ഒരു നിരപരാധിയായ ഒരു പയ്യനെ ഇല്ലാതാക്കിയിട്ട് ഈ നേതാവ് ഇങ്ങനെയാണോ സംസാരിക്കേണ്ടത്? സംസ്ഥാന സെക്രട്ടറി എന്നിട്ട് എന്താണ്? എന്നിട്ട് കള്ള പരാതി നൽകുന്നു. അത് മാത്രമല്ല, കള്ളമൊഴികൾ നൽകുന്നതിന് വേണ്ടി വിദ്യാർത്ഥികളെ ഹാജരാക്കുന്നു. അത് മാത്രമല്ല, SFIയുടെ പ്രവർത്തകനാണ് എന്ന രീതിയിൽ മുദ്ര കുത്തുന്നു. ഇതൊക്കെ എവിടെ കേട്ടുകേൾവിയുള്ള സാധനമാണ്? ഇതൊക്കെയാണ് രാഷ്ട്രീയ മുതലെടുപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആർഷ ചുണക്കുട്ടിയൊന്നുമല്ല. ആർഷ ചുണക്കുട്ടിയൊക്കെ ആക്കിയാൽ വളരെ മോശമാണ്. ഈ പൊതുസമൂഹത്തിന് അതൊന്നൊരു ബാധകമേ അല്ല. എവിടെ ചുണക്കുട്ടി? മഞ്ജുഷേ, നമുക്ക് ഇങ്ങനെ ഒരു മാധ്യമ വിചാരണയുടെ ഘട്ടമല്ല ഇത്. എന്നിട്ട് ഈ കേസിൽ അതിൽ അഭിപ്രായം പറയാൻ അവിടെ അന്ന് ആ ക്യാമ്പസിൽ ആ ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന മുഴുവൻ കുട്ടികളുടെയും മൊഴി പോലീസ് എടുക്കും. ഒരു സംശയം വേണ്ട. അവരെ പറഞ്ഞു പഠിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സംഘത്തെ അവിടെ ഏർപ്പാടാക്കിയിരിക്കുകയാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ. എന്ത് തെളിവ്? അങ്ങനെ തെളിവ് ചോദിച്ചു കഴിഞ്ഞാൽ രഹസ്യമായിട്ടേ പറയുള്ളൂ എല്ലാവരും. അല്ലാതെ എല്ലാവരും വന്നൊന്നും പറയില്ല. കാരണം SFIയെ പേടിയാണ്. ഇവിടെ കേരളം ഭരിക്കുന്ന പാർട്ടിയെ പേടിയാണ്. അതുകൊണ്ടാണ് ഇന്നലെ ഈ പ്രതികളെ ഹാജരാക്കിയ സമയത്ത് പോലും വയനാട് ജില്ലയിലെ ഒരു പ്രമുഖ CPM നേതാവിന്റെ പങ്കാളിത്തം അവിടെ ഉണ്ടായിരുന്നു, സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. സാർ, ഈ കേസിൽ പ്രതിയായ പലരും CPMന്റെ പ്രാദേശിക നേതാക്കളുടെ മക്കൾ കൂടിയാണ്. നിനക്ക് വല്ല പ്രാന്തണ്ട ഈ ഊളകളോട് വർത്താനം പറയാൻ? അതൊക്കെ താങ്കൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതെല്ലാം പാർട്ടിയുമായും DYFI, SFI തുടങ്ങിയ സംഘടനകളുമായിട്ടും നേരിട്ട് ബന്ധമുള്ള ആളുകൾ തന്നെയാണ് ഈ പ്രതികളായിട്ടും വന്നിട്ടുള്ളത്. അല്ലാതെ ചുമ്മാ പിള്ളകളെയല്ല ഇക്കാര്യം. അപ്പോൾ ഈ പ്രതികളെ രക്ഷിക്കുവാനുള്ള എല്ലാ തന്ത്രങ്ങളും പയറ്റും. മഞ്ജുഷ, ഇന്നിപ്പോ 18 പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. വലിയ കാര്യമായി പോയി. എത്ര നാളായി ഈ പൊതുസമൂഹം ഉണർന്നത് കൊണ്ട്, മാധ്യമങ്ങൾ ഉണർന്നത് കൊണ്ട് പോലീസ് ആദ്യം എന്താണ് പറഞ്ഞത്? ആത്മഹത്യയാണ്, വീട്ടിൽ പൊക്കോളാൻ. ഇവരോട് പറഞ്ഞ കാര്യമാണ്. അല്ല, അത് അന്വേഷണത്തിന്റെ ഉള്ളിലെ എല്ലാ കാര്യങ്ങളും പുറത്തു വരുള്ളൂ. അന്വേഷണം നടത്തണമെന്ന് പോലീസിന് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കും. പോലീസിന് ആരെങ്കിലും എവിടെയെങ്കിലും ഇടപെടലുകൾ നടത്തി അവരെ നടപടികളിൽ വൈകിപ്പിക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു പരാതി നാളിതുവരെ വന്നില്ലല്ലോ. മാത്രമല്ല, ഇപ്പൊ ഒരുപക്ഷെ അതിലെ പ്രതികളായിട്ടുള്ള ആളുകൾ SFI പ്രവർത്തകരായിരുന്നു എന്നുള്ളത് കൊണ്ട് അവരെ സംരക്ഷിക്കുന്ന ഒരു ബാധ്യതയും SFI എടുക്കില്ലെന്നാണ് ഞാൻ കരുതുന്നത്. പുറമേ എടുക്കില്ല.
പുറമേ എടുക്കില്ല. മാധ്യമങ്ങളുടെ മുന്നിൽ നിന്ന് പറയും ഞങ്ങൾ സംരക്ഷിക്കില്ല, ഞങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറയും. പക്ഷേ SFIക്ക് സംരക്ഷിക്കാതിരിക്കാൻ പറ്റില്ല സാർ. നിങ്ങൾ അതിര് കിടക്കുന്നു. അതാണ് ഇന്ന് കണ്ടതും, ഇന്ന് വയനാട് കണ്ടതും. കുറച്ച് പിള്ളേരെ ഹാജരാക്കിയിട്ട് ഇതൊന്നും അവിടെ സംഭവിച്ചിട്ടില്ല എന്ന് പറയുന്നു. അവരങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, ആരൊക്കെ അവരെ നിയന്ത്രിക്കുന്നു. ഇതെല്ലാം പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അഡ്വക്കേറ്റ് BN ഹസ്കർ, ഇങ്ങനെയുള്ള നാടകക്കളി നിർത്താൻ പറയൂ SFIയോട്. എന്നിട്ട് വയനാട് ജില്ലാ കമ്മിറ്റി പിരിച്ചു വിട്ടിട്ട് വേറെ ആരെങ്കിലും ചുമതല ഏൽപ്പിക്കാൻ പറയൂ. അല്ലെങ്കിൽ ആർഷോയുടെ ആ കസേരയിൽ നിന്ന് ഇറങ്ങി പോകാൻ പറയൂ. ശ്രീ ജിൻഡോ, ആർഷോ എന്ന ചുണക്കുട്ടി എന്നാണ് അഡ്വക്കേറ്റ് BN ഹസ്കർ വിശേഷിപ്പിക്കുന്നത്. ഞാൻ അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒന്ന് രണ്ട് കാര്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, സിദ്ധാർത്ഥൻ SFIക്കാരായിരുന്നു എന്നുള്ളൊരു വാദം അദ്ദേഹം വീണ്ടും ഉന്നയിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ എന്തിന് SFIയുടെ കൊടി പിടിച്ചു SFIക്കാരനായിരുന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും വാദിക്കുന്ന സിദ്ധാർത്ഥനെ നിങ്ങളുടെ കോളേജ് യൂണിയൻ ചെയർമാൻ അടക്കം യൂണിറ്റ് സെക്രട്ടറി അടക്കം ചേർന്ന് കൂട്ടവിചാരണ നടത്തി തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയത് എന്തിനാ? അപ്പം നിങ്ങൾക്ക് രക്തസാക്ഷികളെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്ര വലിയ ദാഹമാണോ? അങ്ങനെ രക്തസാക്ഷികളെ കിട്ടാതിരിക്കുമ്പോൾ ഒരു സ്വന്തം പാർട്ടിയിലെ തന്നെ ഒരാളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി അങ്ങനെ രക്തസാക്ഷിയെ സൃഷ്ടിച്ചാണോ? പിന്നെ നാണക്കെടുത്തി. എന്താണ് നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ കൂടെ നടക്കുന്ന ഒരു സഖാവിനെ, നിങ്ങളുടെ കൂടെ നടന്നു എന്ന് നിങ്ങൾ ഇപ്പോഴും വാദിക്കുന്ന ഒരു സഖാവിനെ കൊന്നു കളഞ്ഞിട്ട് നിങ്ങൾ അതിനെ ന്യായീകരിക്കുകയാണോ? സത്യം പറഞ്ഞ ആശാന്റെ കഴിവ് വെച്ച് നോക്കുമ്പോ ആശാൻ ഈ ലെവലിൽ അറിയപ്പെടേണ്ട ആളല്ല, കുറച്ചും കൂടി ലോ ലെവലിൽ അറിയപ്പെടേണ്ട ആളാണ്. കഴിവുണ്ടായിട്ട് മാത്രം കാര്യമില്ലടാ, കുറെയൊക്കെ ഭാഗ്യം കൂടി വേണം. ഇനി രണ്ടാമത്, അത് അങ്ങനെ അല്ലെങ്കിൽ SFIയുടെ സംസ്ഥാന സെക്രട്ടറി SFI പ്രവർത്തകനായിട്ടുള്ള സിദ്ധാർത്ഥനാണല്ലോ മരണപ്പെട്ടത്. SFIയുടെ പ്രവർത്തകനാണെന്നുള്ള നിങ്ങൾ അവകാശപ്പെടുന്നത്. SFIയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് ഈ കോളേജിലേക്ക് ഒരു സമരം പ്രഖ്യാപിക്കണ്ടേ? SFIയുടെ ജില്ലാ കമ്മിറ്റിക്ക് ആ കോളേജിലേക്ക് ഒരു സമരമില്ലേ? ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് ഒരു സമരമില്ലേ? നിങ്ങൾ ഗവർണറെ കാലുകുത്തിക്കാതിരിക്കാൻ വേണ്ടി കുറെ സമരം നടത്തുന്നുണ്ടല്ലോ. അതിൽ 4 അംശം വിദ്യാർത്ഥികളോട് ആത്മാർത്ഥം കാണിക്കൂ. ഈ വിദ്യാർത്ഥി പ്രശ്നത്തിൽ നിങ്ങളുടെ നിലപാട് എന്താ? ആ കോളേജിൽ ഇത്ര മൃഗീയമെന്ന് പറയാൻ പറ്റില്ല, നരാധമ പ്രവർത്തനം നടത്തിയിട്ട് മനുഷ്യ മൃഗങ്ങളെ പോലെ പെരുമാറി ഒരാളെ കൊന്നിട്ട് SFIക്ക് എന്തുകൊണ്ട് പരാതിയില്ല? SFI എവിടെയെങ്കിലും പരാതി കൊടുത്തിട്ടുണ്ടോ? SFI പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ? SFI യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? SFI കോളേജ് അധികൃതർക്ക് പരാതി കൊടുത്തിട്ടുണ്ടോ? ഈ സിദ്ധാർത്ഥന്റെ കൊലപാതകളെ അറസ്റ്റ് ചെയ്യണം, കൂടുതൽ അന്വേഷണം വേണം, എല്ലാ സത്യങ്ങളും പുറത്തു വരണം എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ടോ? DYFI പരാതി കൊടുത്തിട്ടുണ്ടോ? CPMന് പരാതിയുണ്ടോ? ഇല്ല. മാത്രമല്ല CPMന്റെ വയനാട് ജില്ലയിലെ ഒരു മുന്തിയ നേതാവ് ഈ പ്രതികളോടൊപ്പം മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ പോലും പോയി. ഇവിടെ എല്ലാ സഹായവും ചെയ്തു കൊടുത്തത് CPMന്റെ നേതാക്കന്മാരാ. എന്നിട്ട് നിങ്ങൾ സിദ്ധാർത്ഥന്റെ ഭരണത്തിലെ ദൗർഭാഗ്യകരമായിട്ടുള്ള അവസ്ഥയെ കുറിച്ചിട്ടുള്ള ഒരുപാട് മുതലക്കണ്ണീർ ഒഴുക്കല്ലേ? മോശമാണ്. ഇനി താങ്കൾ പറഞ്ഞ താങ്കൾക്ക് മക്കളുണ്ട് എന്ന്, ഞാനൊരു ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ചോദിക്കട്ടെ. താങ്കൾക്ക് മക്കളുണ്ടല്ലോ, അവരാരെങ്കിലും മഹാരാജാസ് കോളേജിലോ ഈ പൂക്കോട് കോളേജിലോ അല്ലെങ്കിൽ പാലക്കാട് വിക്ടോറിയ കോളേജിലോ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലോ ഒക്കെ ഒന്ന് അഡ്മിഷൻ എടുത്തിട്ട് SFI അല്ലാതെ മറ്റേതെങ്കിലും ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിക്കാൻ ധൈര്യമുള്ളവരായിരിക്കുമോ? അങ്ങനെയല്ല. നിങ്ങൾ ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ പൊതുസമൂഹത്തെ ഇനിയും കള്ളം പറഞ്ഞ് പറ്റിക്കാൻ നോക്കരുത്. അങ്ങനെയല്ല. ഇനി രണ്ടാമത്, കോൺഗ്രസിന് രാഷ്ട്രീയ ലക്ഷ്യമുണ്ടെന്ന്. ഒരു ചെറുപ്പക്കാരനെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയിട്ട് 5-6 ദിവസം കണ്ണടച്ചിരുന്ന അധികൃതരും SFI പോലുള്ള സംഘടനകളൊക്കെ അതിന്റെ ആളുകളും വക്താക്കളും പറയാം കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ടെന്ന്. കോൺഗ്രസിന് രാഷ്ട്രീയമുണ്ട്. CPM ഇതര മുഴുവൻ ആളുകൾക്ക് കൂടെ രാഷ്ട്രീയമുണ്ട്. മാധ്യമ പ്രവർത്തകർക്കും പ്രതിപക്ഷത്തിനും മുഴുവൻ ആളുകൾക്കും പൊതുസമൂഹത്തിനും രാഷ്ട്രീയമുണ്ട്. ഒരു ചെറുപ്പക്കാരനെ കൊന്നു കളഞ്ഞു, അതിനെതിരെയാണ് ഞങ്ങളുടെ രാഷ്ട്രീയം, അതിനെതിരെ ഞങ്ങൾ ശബ്ദിക്കും, അത് ഞങ്ങളുടെ രാഷ്ട്രീയമാണെന്ന് നിങ്ങൾ വില കുറച്ച് കാണുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ രക്തസാക്ഷി എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് അടിച്ചു വെച്ചത്? അതല്ല ഏറ്റവും വൃത്തികെട്ട രാഷ്ട്രീയം. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി, ആരും കണ്ടില്ല. വാ, അതിനല്ലേ നിങ്ങൾ അഡ്രസ് ചെയ്യേണ്ടത്? എന്നിട്ട് നിങ്ങൾ മറ്റു ആളുകളുടെ രാഷ്ട്രീയത്തെ കുറിച്ച് പറയുന്നു. ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയ വിഷയം സംസാരിക്കുമ്പോൾ അതിന് രാഷ്ട്രീയത്തിന്റെ കണ്ണിൽ മാത്രം കാണല്ലേ? ഇനി നിങ്ങൾ അടുത്തത് പറയുന്നത് 70കളിലെ വിദ്യാർത്ഥി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ SFI പോരാടിയെന്ന്. അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ കിരാതമായ നടപടി ഇന്ന് SFI നടത്തുന്നതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് അത് ഉപയോഗിക്കുകയാണോ? അന്ന് അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം നിങ്ങൾ സമരം ചെയ്ത് നേടിയെന്നൊക്കെയല്ലേ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ വളർന്നതെന്ന്. എന്നിട്ട് നിങ്ങൾ തന്നെ എതിർക്കാൻ പോലും ഒരു സംഘടന ഇല്ലാത്ത ഒരു കോളേജിൽ
നിങ്ങളുടെ തന്നെ സഖാവ് എന്ന് നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ കൊന്നുകളയുന്നു. എന്നിട്ട് പഴയ കഥ 50 വർഷം മുമ്പത്തെ കഥ പറഞ്ഞുകൊണ്ട് പുളകം കൊണ്ടിരിക്കുക. നാണമാവില്ലേ സാർ? എന്നിട്ട് പഴയ കഥ 50 വർഷം മുമ്പത്തെ കഥ പറഞ്ഞുകൊണ്ട് പുളകം കൊണ്ടിരിക്കുക. നാണമാവില്ലേ സാർ? അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരാം. ഓഹോ അതെന്തെങ്കിലും പുറത്തേക്ക് ഇനി ആർഷോയുടെ ചുണയെ കുറിച്ചിട്ട്, ആർഷോ ചുണക്കുട്ടിയാണെന്ന് താങ്കൾ പറയുമ്പോൾ SFIക്കാർ പോലും ഒന്ന് ചിരിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ആർഷോയുടെ ചുണ? കഴിഞ്ഞ 8 വർഷക്കാലത്തിനിടയ്ക്ക് SFI നടത്തിയ ഈ സർക്കാർ വിരുദ്ധ ഒരു സമരത്തിന്റെ കാര്യം പറഞ്ഞ്, ഗവർണർ വിരുദ്ധ സമരമല്ല, സർക്കാർ വിരുദ്ധ സമരം പറഞ്ഞ് SC/ST കുട്ടികളുടെ ഗ്രാന്റ്സ് കൊടുക്കാതായിട്ട് മാസങ്ങളായി, വർഷങ്ങളായി. നിങ്ങൾക്ക് സമരമുണ്ടോ? ഉച്ചക്കഞ്ഞിക്ക് പണമില്ലാത്ത സാഹചര്യമുണ്ട്, കുട്ടികൾക്ക് സ്കൂളിലെ വിഷയങ്ങളുണ്ട്, നിങ്ങൾക്ക് സമരമുണ്ടോ? എന്നിട്ട് നിങ്ങൾ ആർഷോയുടെ ചുണയെക്കുറിച്ച് പറഞ്ഞു. ആർഷോയുടെ ചുണ ഞാൻ ഉത്തമ ബോധ്യത്തോടെ പറയുന്നു. നിമിഷ രാജു എന്ന് പറയുന്ന AISFന്റെ വിദ്യാർത്ഥി സംഘടനാ നേതാവ് ആ പെൺകുട്ടിയുടെ പുറത്ത് ചവിട്ടിയിട്ട് മാറി നിക്കടി പൊലച്ചി അല്ലെങ്കിൽ തന്തയില്ലാത്ത മക്കളെ പ്രസവിപ്പിക്കുമെന്ന് മനുഷ്യന്റെ ബാണകളയുമല്ലോ. ഭീഷണിപ്പെടുത്തിയതിന്റെ, ദേഹോപദ്രവം ഏൽപ്പിച്ചതിന്റെ, ശാരീരിക ആക്രമവും അല്ലെങ്കിൽ ജാതി അധിക്ഷേപം ഒക്കെ നടത്തിയതിന്റെ കേസെടുത്തത് പിണറായിയുടെ പോലീസാ. നിങ്ങൾ എന്നോടല്ല ചോദിക്കണ്ടേ. പോലീസ് കേസുണ്ട്, പോലീസിന്റെ FIR ഉണ്ട്. കേസുണ്ട്, ആർഷ ജാമ്യം എടുത്തിട്ടുണ്ട്. നിങ്ങൾ എന്നോടല്ല ചോദിക്കുന്നത്. തർക്കമുണ്ടെങ്കിൽ ആഭ്യന്തര വകുപ്പിനോട്. ഇനി രണ്ടാമത്തത്, കോടതി പരാമർശിച്ചിട്ടുണ്ട് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട്. ആര് പരാതി കൊടുത്താലും FIR എടുക്കണമെന്നേ, അതല്ലേ നിയമം. അല്ല സാർ, ഞാൻ ഒന്ന് പൂർത്തിയാക്കട്ടെ. താങ്കൾ ഒരു വക്കീലും കൂടിയല്ലേ? അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ. താങ്കൾ ഒരു വക്കീലും കൂടിയല്ലേ? താങ്കൾ SFIക്കാരനെ മാത്രം വക്കീലാകാതെ താങ്കൾ ഇന്ത്യൻ പീനൽ കോഡും CRPC ഒക്കെ പഠിച്ച ഒരു സാധാരണ വക്കീലായിട്ടൊന്ന് സംസാരിക്കൂ. ഈ നിമിഷാസ് രാജുവിന്റെ കേസിൽ പോലീസ് പരാതി എടുത്തിട്ടുണ്ട്, കേസെടുത്തിട്ടുണ്ട്, കോടതി പരാമർശമുണ്ട്. വ്യാജ സത്യവാങ്മൂലം കൊടുത്ത് ജാമ്യത്തിൽ ഇറങ്ങാൻ നോക്കിയ പ്രതി എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. ഈ പിടികിട്ടാ പുള്ളി എന്ന് പോലീസ് പറയുമ്പോൾ ആർഷോയുടെ സമരത്തിൽ പങ്കെടുക്കുന്നു, ഇയാളെ അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് എന്റെ വാചകമല്ല, കോടതിയുടെ നീതിന്യായ വ്യവസ്ഥയുടെ വാചകമാണ്. നിങ്ങളൊരു വക്കീലല്ലേ, എന്നിട്ട് ഈ ഉളുപ്പില്ലാത്ത വർത്തമാനം പറഞ്ഞ് ന്യായീകരിക്കുന്നു. നിങ്ങൾ ആർഷോയുടെ ചുണയെക്കുറിച്ച് പറയണ്ട. ഞങ്ങൾക്ക് ആർഷോയുടെ ചുണയൊന്നല്ല കാണണ്ടേ, ആർഷോയുടെ നിലപാട് അറിയണം. ഈ ഗുരു എന്നെയും കൊണ്ടേ പോകൂ. ആർഷോയ്ക്ക് സിദ്ധാർത്ഥന്റെ മരണത്തിൽ എന്താണ് അഭിപ്രായം പറയാനുള്ളത്? SFIക്ക് സമരമുണ്ടോ? DYFIക്ക് സമരമുണ്ടോ? CPMന് പ്രതിഷേധമുണ്ടോ? നിങ്ങൾക്ക് അത് പറയും. അല്ലാതെ നിങ്ങൾ മറ്റാളുകളെ ആക്ഷേപം പറയല്ലേ, നിങ്ങൾ മറ്റു കഥകൾ പറയല്ലേ. മരിച്ചുപോയ സിദ്ധാർത്ഥനെതിരെ വ്യാജ ആരോപണം ഉന്നയിച്ച് കള്ള പരാതിയുമായി പോയ SFIക്കാരി ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരണം. അത് ഇങ്ങനെ ഒരു വ്യാജ ആരോപണം, വ്യാജ ആരോപണം ഉണ്ട്, സിദ്ധാർത്ഥനെ ഒരു പീഡകനാക്കി മാറ്റുവാനുള്ള ഒരു ശ്രമം നടന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ കഷ്ടമാണ്. SFI എന്നുള്ള സംഘടനയ്ക്കെതിരെ അടുത്ത ഗുരുതരമായ ആരോപണം വരികയാണ്. ഇത് ആരോപണമല്ല. കാരണം ഇങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ക്യാമ്പസിൽ സംഭവിച്ചാൽ ഉടൻ തന്നെ ഒരു പെണ്ണ് കേസിൽ പ്രതിയാക്കുവാനുള്ള ശ്രമം നടത്തുന്ന സംഘടന എന്ന പേര് കൂടി SFIക്ക് വരികയാണ്. അതിൽ കൂടുതൽ തെളിവുകൾ പൊതുസമൂഹത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് മറുപടി പറയേണ്ടത് SFI ആണ്. അല്ലാതെ ഒരു രക്തസാക്ഷി ഇമേജ് നൽകിക്കൊണ്ട് സിദ്ധാർത്ഥൻ ഞങ്ങളുടെ കുട്ടിയാണ് എന്ന് പറയുകയല്ല വേണ്ടത്. അങ്ങനെ അല്ല എന്ന് തെളിഞ്ഞതാണ്. നിങ്ങളുടെ കുട്ടിയല്ല, നിങ്ങളിൽ നിന്ന് വിട്ടുപോയ ആളാണ്. നിങ്ങളെ താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു സിദ്ധാർത്ഥൻ. എന്നിട്ടും രക്തസാക്ഷിയാക്കാൻ ശ്രമിക്കുന്നു. അതിനിടെയാണ് ഇങ്ങനെ ഒരു വേഷം കൂടി മരിച്ചതിന് ശേഷം സിദ്ധാർത്ഥന് ചാർത്തി കൊടുക്കാൻ ശ്രമിക്കുന്നത്. വളരെ കഷ്ടമാണ് SFIയുടെ കാര്യം. ശരി, ചത്താ ഞാൻ നാളെ വരാം. അല്ല, ചത്തില്ലെങ്കിൽ ഞാൻ നാളെ വരാം.